മക്കളെ, വെൽക്കം ബാക്ക് ടു എജ്യൂപോർട്ട് ഇംഗ്ലീഷ് ക്ലാസ്. ഞാൻ നിങ്ങളുടെ സ്വന്തം വർണ്ണിത മിസ് ആണ്. സോ USS എക്സാമിനെ കുറിച്ച് ഒരുപാട് പേര് പല ഡൗട്ട്സ് ചോദിക്കാറുണ്ട്. മിസ്, ഇംഗ്ലീഷ് എങ്ങനെയാണ് ഞങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത്, ഏതൊക്കെ ടോപ്പിക്സ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുന്നത്, എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരിക എന്നൊക്കെ കുറേ പേര് എൻ്റെ അടുത്ത് മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മിസ് വിചാരിച്ചു ഇന്നത്തെ വീഡിയോ അതിനെക്കുറിച്ച് ആവട്ടെ എന്നുള്ളത് കേട്ടോ. അപ്പോൾ മക്കളെ, നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ വേണ്ടി മറക്കുകയും ചെയ്യരുത് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ റെഡി ആണെന്നുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് താഴെ കമന്റ് ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. സോ ഒന്നാമത്തെ കാര്യം, നമ്മൾ ഇംഗ്ലീഷ് 15 മാർക്കിനാണ് നിങ്ങൾക്ക് ചോദിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. 15 മാർക്കിനാണ് USSന് നിങ്ങൾക്ക് ഇംഗ്ലീഷിന് വെയിറ്റേജ് വരുന്നത്. ഓക്കെ, ഇനി അതിൻ്റെ അകത്തുള്ള ഒരു സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ആദ്യം നിങ്ങൾക്ക് ഒരു കോംപ്രഹെൻഷൻ പാസേജ്, അതായത് ഒരു പാസേജ്, ഒരു പാരഗ്രാഫ്, ഒരു സ്റ്റോറിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാരഗ്രാഫ് തരും. ആ ഒരു പാസേജിനെ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് 4 മാർക്സ് കിട്ടാൻ ചാൻസ് ഉള്ള 4 ക്വസ്റ്റ്യൻസ് ആണ് അവിടെ ഉണ്ടാവുക കേട്ടോ. സോ ആ പാസേജ് വായിക്കുക, അതിനെ ബേസ് ചെയ്തിട്ടുള്ള 4 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ആൻഡ് തൊട്ട് താഴെ ഇതേപോലെ തന്നെ പോയം കോംപ്രഹെൻഷൻ ആയിരിക്കും. ഒരു കവിത തരും, ആ കവിതയിലെ ലൈൻസിനെ ബേസ് ചെയ്തുകൊണ്ട് 3 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. അവിടെയും നിങ്ങൾക്ക് 3 മാർക്സ് ആണ് കിട്ടാൻ വേണ്ടി പോകുന്നത്. ഇനി നെക്സ്റ്റ് ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരുന്ന ഏരിയ. എവിടെയാണ്? നമ്മളെല്ലാവരും പേടിക്കുന്ന, എല്ലാവരും ടെൻഷൻ ആയിട്ടിരിക്കുന്ന നമ്മുടെ ഗ്രാമർ ആണ് കേട്ടോ. ഗ്രാമറിന് നിങ്ങൾക്ക് ചോദിക്കാൻ വേണ്ടി പോകുന്നത് 6 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഗ്രാമർ നമ്മളിപ്പോ ചിലത് വിചാരിക്കും ഗ്രാമറൊക്കെ എങ്ങനെയാ പഠിക്കാൻ ബുദ്ധിമുട്ടല്ലേ, പഠിക്കാതെ വിട്ടേക്കാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് USSലേക്കുള്ള ഒരു, അതായത് ഇംഗ്ലീഷ് കിട്ടാനുള്ളതല്ല, USSലേക്കുള്ള നിങ്ങളുടെ ആ ഒരു കുതിച്ചുചാട്ടം ഉണ്ടല്ലോ, അതിനകത്ത് വലിയൊരു അടിയാണ് നിങ്ങൾ ഗ്രാമർ പഠിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് വരാൻ വേണ്ടി പോകുന്നത് കേട്ടോ. 6 മാർക്കാണ് ഇവിടെ ഗ്രാമറിന് ചോദിക്കുന്നത്. ദെൻ നെക്സ്റ്റ് ലാംഗ്വേജ് എലമെന്റ്സിൽ വൊക്കാബുലറി എന്ന് പറയുമ്പോൾ വേർഡ്സ് ആണ്. ഓക്കെ, വേർഡ്സിന്റെ മീനിങ്ങിനെ ബേസ് ചെയ്തിരിക്കാം, അല്ലെങ്കിൽ സിനോണിംസ് ആൻഡ് ആന്റണിംസ്, അതായത് ഒരുപോലെയുള്ള വാക്കുകൾ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് മീനിങ് വരുന്ന വാക്കുകൾ, ഇങ്ങനെയുള്ള വേർഡ്സിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ചോദിക്കാറുണ്ട് കേട്ടോ. ഇനി അങ്ങനെ ടോട്ടൽ 15 മാർക്സ് ആണ്. ഓക്കെ, സോ നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ട സമയത്ത് ശ്രദ്ധിക്കേണ്ട വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, നിങ്ങൾക്കല്ലേ ഇപ്പം നിങ്ങളുടെ 7th സ്റ്റാൻഡേർഡിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് ഇല്ലേ, ഈ ടെക്സ്റ്റ് ബുക്കിൽ ഓരോ യൂണിറ്റ്, ഇപ്പോൾ ഫസ്റ്റ് യൂണിറ്റ്, സെക്കൻഡ് യൂണിറ്റ്, തേർഡ് യൂണിറ്റ്, ഇങ്ങനെ 5 യൂണിറ്റ്സ് ഉണ്ടല്ലോ. ഈ ഓരോ യൂണിറ്റിലും നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സ്പെസിഫിക് ആയിട്ട് ചില ഗ്രാമർ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഓക്കെ, ഓരോ യൂണിറ്റിൻ്റെ അകത്തും കുറച്ച് ഗ്രാമർ സാധനങ്ങൾ പഠിക്കാനുണ്ട്. നിർബന്ധമായിട്ടും ആ ഗ്രാമർ ടോപ്പിക്സ് നിങ്ങൾ പഠിച്ചു വെക്കുക. 7th സ്റ്റാൻഡേർഡിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള എല്ലാ ഗ്രാമർ ടോപ്പിക്സും നിങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചു വെക്കേണ്ടതാണ്. പിന്നെ ക്ലാസ് 5ലും 6ലും നമ്മൾ പഠിച്ചു വന്നിട്ടുള്ള ചില ഗ്രാമർ കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ, അതും നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നതാണ്, ഈ നമ്മുടെ USS എക്സാമിലേക്ക് നിങ്ങൾക്ക് അത്യാവശ്യമായിട്ട് വരുന്നതാണ്, നിങ്ങൾക്ക് അവിടെ ഹെൽപ്ഫുൾ ആയിട്ട് വരുന്നതാണ് കേട്ടോ. ദെൻ ഇനി ഗ്രാമറിൽ സ്പെസിഫിക് ആയിട്ടുള്ള ടോപ്പിക്സ് ഏതൊക്കെയാണ്? ഇനിയിപ്പം ഇങ്ങനെ മാത്രം പഠിച്ചാൽ പോരാ, സ്പെസിഫിക് ആയിട്ട് ടോപ്പിക് പഠിക്കണം എന്നാണെങ്കിൽ ഫസ്റ്റ് വൺ നമ്മുടെ പാർട്സ് ഓഫ് സ്പീച്ച് ആണ്. പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറയുമ്പോൾ എന്താണ്? നൗണ്, വെർബ്, ആഡ്വെർബ്, ആഡ്ജക്റ്റീവ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളില്ലേ, അതിനാണ് നമ്മൾ എന്താ പറയുന്നത്, പാർട്സ് ഓഫ് സ്പീച്ച് പറയുന്നത്. നെക്സ്റ്റ് ടെൻസസ് ആണ് അല്ലെ. ഇപ്പോഴും കുറെ പേർക്ക് സംശയമാണ്, വാസ് എവിടെ ചേർക്കണം, പെയിന്റഡ് എന്നാക്കണോ, പെയിന്റ് എന്നാക്കണോ, പെയിന്റ്സ് എന്നാക്കണോ, ഇങ്ങനെയൊക്കെ ഒരുപാട് സംശയങ്ങൾ വരാറുണ്ട്. സോ ടെൻസസ് നിങ്ങൾ അവിടെ പഠിച്ചിരിക്കേണ്ടതാണ്. ആൻഡ് നെക്സ്റ്റ് ആണ് എന്താണ്? സബ്ജക്ട് വെർബ് എഗ്രിമെന്റ് ആണ്. സബ്ജക്ട് വെർബ് എഗ്രിമെന്റ് എന്താണ്? ഇതേപോലെ തന്നെ അല്ലെ, നമ്മൾ ഒരു സെന്റൻസ് ഫോം ചെയ്യുന്ന സമയത്ത് ഏറ്റവും ബേസിക് ആയിട്ട് അറിയേണ്ട വേറൊരു കാര്യമാണ് സബ്ജക്ട് വെർബ് എഗ്രിമെന്റ്. ആൻഡ് നെക്സ്റ്റ് വൺ സെന്റൻസ് സ്ട്രക്ചർ ആണ്. അതിനകത്ത് ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ്, അതുപോലെ തന്നെ ഡിറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച്, ഈ കാര്യങ്ങളൊക്കെ തന്നെ. ഇത് മാത്രമല്ല, ഇനിയും ഉണ്ട്. പിന്നെന്താണ്? പ്രിപ്പോസിഷൻസ്, കൺജങ്ഷൻസ്, ആർട്ടിക്കിൾസ്, അതുപോലെ തന്നെ കോമൺ എറേഴ്സ്, അതായത് ചെറിയ എറേഴ്സ് വരാറുണ്ടല്ലോ, ഇതൊക്കെ പിക്ക് ഔട്ട് ചെയ്യാൻ വേണ്ടി കഴിയുക എന്നുള്ളതാണ് ഗ്രാമറിൽ നിങ്ങൾക്ക് വരുന്ന ടോപ്പിക്സ്. അപ്പം നിങ്ങൾ വിചാരിക്കും മിസ് ഇത് കുറേ ഉണ്ടല്ലോ എന്ന്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നുള്ളൂ മക്കളെ. ഇതെങ്ങനെ നമ്മൾ പഠിക്കേണ്ടത് എങ്ങനെയാണ്, അതായത് ഇതിന്റെ റൂൾസ് അല്ലെ, ഗ്രാമർ റൂൾസ് ഉണ്ടല്ലോ, ആ ഗ്രാമർ റൂൾസ് നമ്മൾ പഠിച്ചു വെക്കുക. ആൻഡ് എത്രത്തോളം ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി കഴിയുമോ അത്രയും ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. ആൻഡ് PYQs, അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ടെങ്കിൽ അത് കളക്ട് ചെയ്തിട്ട് അതിൻ്റെ അകത്തുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലാവും ഏത് പാറ്റേണിലാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് എന്നുള്ളത് കേട്ടോ. ഓക്കെ, അതൊരു ടിപ്പാണ്. ഇനി ഇതേപോലെ തന്നെ നമ്മുടെ വൊക്കാബുലറി, 2 മാർക്കിന് വരുന്ന വൊക്കാബുലറി എന്ന് പറഞ്ഞൊരു പാർട്ട് ഉണ്ടല്ലോ, അതിൻ്റെ അകത്ത് വരുന്ന ക്വസ്റ്റ്യൻസ് എങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ ഇതുപോലെ തന്നെ സിനോണിംസ് ആൻഡ് ആന്റണിംസ്, അതായത് ഒരേ അർത്ഥം വരുന്ന വാക്കുകൾ, അല്ലെങ്കിൽ ആന്റണിംസ് എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് മീനിങ് വരുന്നത്, ഇങ്ങനെയുള്ള വേർഡ്സ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. വേർഡ് മീനിങ്സ്, അതായത് കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ആ പാസേജ് ഉണ്ടല്ലോ, പാസേജിന്റെ അകത്തുനിന്ന് ഒരു മീനിങ് തന്നു, അതായത് പാസേജിന്റെ അകത്തുനിന്ന് ഒരു മീനിങ് തന്നിട്ട് ഈ മീനിങ് വരുന്ന വേർഡ് ഏതാണെന്ന് നിങ്ങളോട് ആ പാസേജിന് ചൂസ് ചെയ്യാൻ വേണ്ടിയാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ആ പാസേജിൽ ഒരു വേർഡ് ഉണ്ടാവും, അങ്ങനെ ഒരു 3-4 വേർഡ്സ് ഓപ്ഷൻസ് ആയി തന്നിട്ടുണ്ട്.
തന്നിട്ടുണ്ട്, എന്നിട്ട് മേലൊരു മീനിങ് കൊടുത്തിട്ടുണ്ട്. ആ മീനിങ് വരുന്ന വേർഡ് ഏതാണെന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടൊക്കെ പറഞ്ഞിട്ടുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ കുറേ വേർഡ്സിന്റെ മീനിങ് നിങ്ങൾ അറിഞ്ഞിരിക്കുക എന്നുള്ളത് അത്യാവശ്യമാണ്. ഇനി എങ്ങനെയാണ് വേർഡ്സിന്റെ മീനിങ്സ് പഠിക്കുന്നത്? നമുക്ക് സെൽഫായിട്ട്, അതായത് നമ്മളിപ്പം എല്ലാം ഒരാൾ കൊണ്ടുതരാൻ വേണ്ടി നിൽക്കേണ്ട ആവശ്യമില്ല, നമുക്ക് സെൽഫായിട്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കാം അല്ലെ. ഒരു നല്ല ഡിക്ഷണറി എടുത്ത് വെച്ചിട്ട് വേണമെങ്കിൽ ആ ഡിക്ഷണറി നോക്കി നമുക്ക് പഠിക്കാവുന്നതാണ്. ഇനിയിപ്പോൾ അതല്ലെന്നാണെങ്കിൽ കുറച്ച് ആപ്പുകളുണ്ട്, എന്താ മിസ് പറഞ്ഞുതരാം. ഇതൊക്കെയാണ് കേട്ടോ മിസ് ഏകദേശം സെർച്ച് ചെയ്ത സമയത്ത് നല്ലതായിട്ട് ഫീൽ ചെയ്തിട്ടുള്ള കുറച്ച് ആപ്സ് ഉണ്ട്. അതിനകത്ത് ഫസ്റ്റ് വൺ എന്ന് പറയാൻ പറ്റുന്നത് നമ്മുടെ ഈ പറഞ്ഞ നഡ്മി എന്ന് പറഞ്ഞ ഒരു ആപ്പ് ഉണ്ട്. അത് നല്ലതാണ്. ഒരു ഗെയിം ഒക്കെ കളിക്കുന്ന പോലെ, പല പല ലെവൽസിൽ കളിക്കാൻ പറ്റുന്ന ഒരു ഗെയിം പോലെ ഫീൽ ചെയ്യുന്ന ഒരു ആപ്പാണ് നഡ്മി എന്നുള്ളത്. നല്ല ആപ്പാണ്, മിസ് യൂസ് ചെയ്ത് നോക്കിയിട്ടുള്ളതാണ്. നെക്സ്റ്റ് വൊക്കാബുലറി ബിൽഡർ, അത് ഓഫ്ലൈൻ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ് കേട്ടോ. അതായത് നെറ്റ് വേണ്ട ആവശ്യമില്ല. എനിക്കൊന്നും നെറ്റ് ഇല്ല എന്നാണെങ്കിൽ തന്നെ നമുക്ക് കുറെ ഡിസ്ട്രാക്ഷൻസ് ഒഴിവാകും അല്ലേ. സോ അങ്ങനെ ഓഫ്ലൈനിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു ആപ്പാണ് നമ്മുടെ വൊക്കാബുലറി ബിൽഡർ. അതും നിങ്ങൾക്ക് ആൻഡ്രോയിഡിലോ അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിനോ അല്ലെ ആപ്പിളിന്റെ നിന്നൊക്കെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി കഴിയും. നെക്സ്റ്റ് വേർഡ് ആപ്പ്, അതുപോലെ തന്നെ ദ ഹിന്ദു വൊക്കാബുലറി ആൻഡ് എഡിറ്റോറിയൽ vocabulary.com. ഇതൊന്നും വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ. ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് USSന് വേണ്ടി മാത്രമല്ല, നിങ്ങൾക്ക് കുറെ ഇംഗ്ലീഷ് വേർഡ്സ് പഠിക്കാൻ ആഗ്രഹമുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളെ ഹെൽപ്ഫുൾ ആണ്. നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ട് വരുന്ന ഒരു കുറച്ച് ആപ്സ് ആണ് കേട്ടോ. അപ്പൊ ഇത് നോക്കാം. ദെൻ പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫ്ലാഷ് കാർഡ്സ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് നോക്കുക എന്നുള്ളതാണ് അതിനുള്ളൊരു എന്താ പറയാ മറുപടി എന്ന് പറയാം, അല്ലെങ്കിൽ അതിനുള്ളൊരു സൊല്യൂഷൻ. ഓക്കെ, ഇനിയിപ്പോൾ ഇതൊന്നും അല്ലാതെ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ അവിടെ എവിടെയൊക്കെ നോക്കി നടക്കുന്നതിന് പകരം ഇതെല്ലാം കൂടെ നമ്മുടെ എഡ്യൂപോർട്ടിന്റെ മിഷൻ USS ബാച്ചിൽ നിങ്ങൾക്ക് എന്താ പറയാ സൂപ്പറായിട്ട് എല്ലാ കാര്യങ്ങളും സെറ്റാക്കി തരുന്നതാണ്. അപ്പൊ മിസ് പറഞ്ഞില്ല ഇത്രയും ഗ്രാമർ ടോപ്പിക്സ് ഉണ്ട്, അയ്യോ മിസ് ഇത് എവിടെ നിന്ന് പഠിക്കും, എങ്ങനെ പഠിക്കും, എത്രയും പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് എവിടെ നിന്ന് കിട്ടും, ഇങ്ങനത്തെ സംശയങ്ങളൊന്നും വേണ്ട. ഒരുപാട് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ആയിട്ട് കോൺസെപ്റ്റ്സ് ഒക്കെ നല്ല ക്ലിയർ ആയിട്ട് നമ്മുടെ മിഷൻ USS ബാച്ചിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഈ ബാച്ച് നിങ്ങൾ ഇപ്പം ജോയിൻ ചെയ്യുകയാണെങ്കിൽ വെറും 49 രൂപയ്ക്കാണ് നിങ്ങൾ ഈ ഒരു ബാച്ച് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ഓർക്ക് വെറും 49 രൂപയ്ക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത്? ഒന്നാമത്തെ കാര്യം, ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യം, 49 ലൈവ് മോക്ക് ടെസ്റ്റുകളാണ്. ലൈവ് മോക്ക് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ടീച്ചേഴ്സ് ഇവിടെ നിൽക്കും, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് തരും, കുറച്ച് ടൈം തരും, നിങ്ങൾ ആ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്ത് നിങ്ങളത് വരുമ്പോഴത്തേക്കും അതിൻ്റെ ആൻസറും അതെന്തുകൊണ്ട് എങ്ങനെ ആയി എന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പം തന്നെ പറഞ്ഞുതരും. അപ്പോൾ മോക്ക് ടെസ്റ്റ് ആണ്, അത് തന്നെ ലൈവ് ആയിട്ടാണ് നമ്മൾ നടത്തുക കേട്ടോ. സോ ലൈവ് മോക്ക് ടെസ്റ്റ് മിനിമം 49 കൂടാനേ എന്തായാലും സാധ്യതയുള്ളൂ. ഓക്കെ, അപ്പം 49 മോക്ക് ടെസ്റ്റുകൾ ഉണ്ട്. ആൻഡ് റെക്കോർഡഡ് ക്ലാസ്സസ്, നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എവിടെ ഇരുന്ന് കാണാൻ പറ്റുന്ന രീതിയിലുള്ള റെക്കോർഡഡ് ക്ലാസ്സസ് ഉണ്ട്. ഒരുപാട് ക്വസ്റ്റ്യൻസ് കിട്ടുന്നുണ്ട്, പല 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 രീതിയിലുള്ള നല്ല നിങ്ങൾക്ക് എക്സൈറ്റിംഗ് ആയിട്ടുള്ള ആക്ടിവിറ്റീസും നമ്മുടെ മിഷൻ USS ബാച്ചിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ് കേട്ടോ. അപ്പം എൻ്റെ മക്കള് ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാനായിട്ട് ആകെ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ തൊട്ട താഴെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിലൊന്ന് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അവിടെ അത് ലിങ്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് വെച്ചിട്ടുണ്ടാവും, മിസ് കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ പേയ്മെന്റ് ഗേറ്റ്വേയിലേക്കാണ് പോവുക കേട്ടോ. അവിടെ പോവുക, 49 രൂപ, വെറും 49 രൂപ ഒരു ദിവസം. എങ്ങനെയൊക്കെ എന്തൊക്കെ കാര്യങ്ങൾക്കല്ലേ നമ്മൾ ചെലവാക്കുന്ന പൈസയാണ്. സോ ആ വെറും 49 രൂപ നിങ്ങൾ അവിടെ പേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് USS നിങ്ങളുടെ കയ്യിൽ ഭദ്രമായി എന്നുള്ളത് ഉറപ്പിച്ചോളൂ കേട്ടോ. അപ്പം നല്ലൊരു ഫാക്കൽറ്റി ലൈനാണ് നമുക്കുള്ളത് കേട്ടോ. ഈ ടീച്ചേഴ്സിനെ ഇവരെയൊക്കെ തന്നെ എല്ലാവരും നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം നമുക്ക് ഇതിനേക്കാളും ബെസ്റ്റ് ആയിട്ട് വേറെ എവിടെന്നും നിങ്ങൾക്ക് USS ട്രെയിനിങ് ഇനി കിട്ടാനില്ല. സോ ഇത്രയും കുറഞ്ഞ ചെലവിന് കിട്ടുന്ന ഏറ്റവും നല്ലൊരു ചാൻസ് ആണ്. ആ ചാൻസ് നിങ്ങൾ മിസ് ചെയ്യരുത്, പിന്നീട് നിങ്ങൾ റിഗ്രറ്റ് ചെയ്യരുത്. ഓക്കെ, 49 രൂപ കൊടുത്താൽ എന്താണ് നിങ്ങൾക്ക് കയ്യിലിരിക്കാൻ പോകുന്നത് USS ആണ് കേട്ടോ. അപ്പൊ ആ ഒരു കാര്യം ഓർക്കുക. ഇനി ഇതേപോലെ തന്നെ നമുക്ക് ഇംഗ്ലീഷിന്റെ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ മിസ് ചെയ്യാനുണ്ട്, ലൈവുകൾ വരാനുണ്ട്. സോ നിങ്ങൾ USSന് റെഡി ആണെന്നുണ്ടെങ്കിൽ ഒന്ന് റെഡി എന്നൊന്ന് കമന്റ് ചെയ്യുക കേട്ടോ. USSന് നിങ്ങൾ റെഡി ആണെങ്കിൽ ഒന്ന് റെഡി എന്നും കൂടെ കമന്റ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് ഇതേപോലെ തന്നെ വേറൊരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ഇറ്റ്സ് മീ വർണിത സൈനിങ് ഓഫ്. ബൈ.